കൂടെ ഉള്ളവന്മാരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ വേറെ ആരും കാണത്തില്ല. ഈ ഒരു ഡയലോഗ് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് റീച്ചായിപ്പോയി. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായി ഈ ഡയലോഗിന് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട്. അതെ, നമ്മൾക്കും ഇതുപോലൊരു സുഹൃത്ത് കൂട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയും ഇല്ല. എവിടെ പോയി എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ പലവിധമായ കാരണങ്ങൾ കൊണ്ട് അതെല്ലാം മാറിപ്പോയി. ചിലപ്പോൾ ജീവിതത്തിലെ തിരക്ക് കൊണ്ടായിരിക്കാം, ചിലത് പ്രശ്നങ്ങൾ വന്ന് വഴക്കെട്ട് മാറിയതായിരിക്കാം, ചിലപ്പോൾ ചില തിക്താനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം. എങ്ങനെ വന്നാലും ഇന്ന് നോക്കുമ്പോൾ ഇന്ന് പലരും ഇതുപോലെയൊരു സുഹൃത്ത് കൂട്ടങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കഥ പറയട്ടെ. കുറേ നാളുകൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നാടിനും വീടിനും ഒക്കെ ഉപകാരം ചെയ്തിരുന്നവൻ, അവൻ്റെ കൂടെ നടന്നവരെ പൊന്നുപോലെ കൊണ്ടുവന്ന് നടന്നവൻ. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിന് നടുവിൽ അവൻ്റെ കൂട്ടുകാർ അവനെ വിട്ടിട്ടുപോയി. അവൻ്റെ നാട് മുഴുവനും അവനെ പരിഹസിച്ചു. ഈ കഥ പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, യേശു കർത്താവിനെക്കുറിച്ചാണ്. ഇന്ന് ഈ ഒരു സിനിമയിൽ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ നമുക്ക് എത്ര ഇമോഷൻ തോന്നിയോ അതുപോലെയാണ് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ 33.5 വർഷക്കാലം ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ഏറ്റവും നല്ലത് മാത്രം ചെയ്തു, ഉപകാരങ്ങൾ മാത്രം ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുത വിടുതലുകളെ കൊടുത്തു, കൂട്ടുകാരെ അതുപോലെ സ്നേഹിച്ചു. എന്നാൽ കൂടെ നടന്നവരെന്താ പറഞ്ഞതെന്നറിയാം, ഞാനിവനെ അറിയുന്നില്ല. ഇതുപോലെ തിരസ്കരണവും ഇതുപോലെ അപമാനവും ഇതുപോലെ ക്രൂരമർദ്ദനവും ഏറ്റാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. ഇന്ന് ഞാൻ ഈ ഒരു സിനിമയുടെ ഈ ഭാഗവുമായി കണക്ട് ചെയ്ത് നിങ്ങളോട് പറയട്ടെ. ഒരു സിനിമ ഡയലോഗിൽ നമുക്ക് ഇത്ര ഇമോഷൻ തോന്നിയെങ്കിൽ ഞാൻ പറയട്ടെ, വചനത്തിൽ വ്യക്തമായി പറയുന്നു, കൂട്ടുകാർ നിന്നെ മാറ്റി നിർത്തും, പെറ്റമ്മ നിന്നെ മാറ്റി നിർത്തും. എന്നാൽ വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കും എന്ന് പറഞ്ഞ് യേശു കർത്താവ് ഏത് സമയത്തും നമ്മളോട് കൂടെയുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ടോ അവസ്ഥകൾ കൊണ്ടോ പലതുകൊണ്ടോ കൂട്ടുകാർ മാറിപ്പോയാൽ മാറിപ്പോകാത്ത ഒരുവനുണ്ട്.